നോക്കാൻ പോകുന്നത് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ പ്രോബ്ലമാണ്. പ്രോബ്ലം നമുക്ക് തന്നിട്ടുണ്ട്. ഒബ്റ്റെയിൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ v2 of s by v1 of s of the network shown in figure. Find v2 of t when v1 of t equal to 10 e raised to minus 2t volt. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. v1 of t തന്നിട്ടുണ്ട്, v2 of t കാണിച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് എലമെൻറ്റ്സ് ആണുള്ളത്, ഒരു റെസിസ്റ്റർ 10 ohms പിന്നെ ഒരു കപ്പാസിറ്റർ 1/2 ഫാരഡും. സോ അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ v2 of s by v1 of s ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, തന്നിട്ടുള്ള സർക്യൂട്ടിനെ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം ആദ്യം തന്നെ, അല്ലേ? തന്നിരിക്കുന്നത് യൂണിറ്റ്സ് അടക്കമാണ്, പിന്നെ ടൈം ഡൊമൈനിലാണ്. സോ നമുക്ക് ആദ്യം തന്നെ അതിനെന്താക്കണം, എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ആസ് സച്ച് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നിൽക്കും. v1 of tക്ക് പകരം v1 of s ആവും, v2 of tക്ക് പകരം v2 of s ആവും. ഇനി കപ്പാസിറ്ററിനെ നമ്മൾ 1/cs എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ 1/cയുടെ സ്ഥാനത്ത് 1/2 ആണ്, അതായത് 2/s എന്നായിട്ടത് ചേഞ്ച് ആവും. സോ ഇത് നമുക്ക് 2/s എന്നായിട്ട് ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, v2 of s by v1 of s. സോ ഫസ്റ്റ് നമുക്ക് ആദ്യം v2 of s നോക്കാം. v2 of s എന്ന് പറയുന്നത് എന്താ, കപ്പാസിറ്ററിന് എക്രോസ് വരുന്ന വോൾട്ടേജ് ആണ്. ദാറ്റ് മീൻസ് ഇതൊരു സിമ്പിൾ സർക്യൂട്ടാണ്, ആകെ രണ്ട് എലമെൻറ്റ്സേ ഉള്ളൂ, ഇവിടെ ഓപ്പൺ സർക്യൂട്ടഡ് ആണ്. സോ ആ ഒരു കറണ്ട് മാത്രമേ ഇവിടെ ഫ്ലോ ചെയ്യുന്നുണ്ടാവുള്ളൂ, i1 of s അല്ലെങ്കിൽ ജസ്റ്റ് i of s എന്ന് പറയാം. സോ v2 of s ഈക്വൽ ടു 2/s അല്ലേ, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഇൻറ്റു i of s. i of s എന്ന് പറഞ്ഞാൽ സിംഗിൾ ഒറ്റ കറണ്ടാണ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുള്ളൂ, ആ കറണ്ട്. ഇനി നമുക്ക് v1 of s നോക്കാം. v1 of s എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് ആണ്, അതായത് രണ്ട് എലമെൻറ്റ്സിലേക്കും കൂടെ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് v1 of s. സോ അതായത് രണ്ട് എലമെൻറ്റ്സിൻ്റെ എക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ സമ്മാണ് v1 of s. സോ v1 of s ഈക്വൽ ടു 10 ഇൻറ്റു i of s അല്ലേ, അല്ലെങ്കിൽ ഇത് രണ്ടും സീരീസ് ആണ്. സോ 10 പ്ലസ് 2/s ഓൾ ഇൻറ്റു i of s എന്ന് വരും. ദാറ്റ് മീൻസ് v2 of s ബൈ v1 of s ഈക്വൽ ടു, രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഡിവൈഡ് ചെയ്യാം, 2/s i of s ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ 10 പ്ലസ് 2/s ഇൻറ്റു i of s. രണ്ട് i of sസും ക്യാൻസലായി, ബാക്കി v2 of s ബൈ v1 of s ഈക്വൽ ടു 2/s ബൈ, താഴെ LCM എടുക്കാം, അപ്പോൾ 10s പ്ലസ് 2 ഓൾ ബൈ s വരും. എസും എസ് അഗെയിൻ ക്യാൻസലാവും, അതായത് 2/10s പ്ലസ് 2 എന്ന് കിട്ടും. അതാണ് v2 of s ബൈ v1 of s. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, ട്രാൻസ്ഫർ ഫംഗ്ഷൻ v2 of s ബൈ v1 of s. അപ്പോൾ നമ്മൾ ആദ്യം അത് ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് v2 of t ആണ്. പകരം നമുക്ക് എന്ത് തന്നിട്ട്, v1 of t തന്നിട്ടുണ്ട്. സോ ഇതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആദ്യം v2 of s എന്താണെന്ന് നോക്കാം. v2 of s ഈക്വൽ ടു 2 ഇൻറ്റു v1 of s അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2v1 of s ബൈ 10s പ്ലസ് 2. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കോമൺ ഫാക്ടേഴ്സ് എടുത്തിട്ട് കട്ട് ചെയ്യാം. ഇനി v1 of s എന്താണെന്ന് അറിയില്ല, പകരം നമുക്ക് v1 of t തന്നിട്ടുണ്ട്. v1 of t എന്ന് പറയുന്നത് 10 e raised to minus 2t ആണ്. അങ്ങനെയാണെങ്കിൽ v1 of s എന്തായിരിക്കും, ഇതിൻ്റെ ലാപ്ലേസ് എടുക്കാം. ലാപ്ലേസ് എടുക്കുമ്പോൾ 10 ഒരു കോൺസ്റ്റൻ്റ് ആണ്. e raised to minus 2tയുടെ ലാപ്ലേസ് എന്ന് പറയുന്നത് 1/s പ്ലസ് 2 ആണ്, അതായത് 10/s പ്ലസ് 2 അല്ലേ, ഇവിടെ -2t ആയതുകൊണ്ട് ഇത് s പ്ലസ് 2 എന്നായി. സോ ഈ v1 ബൈ 10/s പ്ലസ് 2 എന്നുള്ളത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ v2 of s ഈക്വൽ ടു 2/10s പ്ലസ് 2 ഇൻറ്റു 10/s പ്ലസ് 2. ഓക്കെ, നമുക്ക് 20/10s പ്ലസ് 2 ഇൻറ്റു s പ്ലസ് 2 എന്ന് കിട്ടും. അതായത് 20 നമ്മളെപ്പോഴും s പ്ലസ് എന്നുള്ള ഫോമിലാണ് ആക്കാറ്, കാരണം നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും എസിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കും. സോ ഇവിടെ നമുക്ക് 10നെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 10 ഇൻറ്റു s പ്ലസ് 2ൻ്റെ അവിടെ നിന്ന് 10 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ അത് 0.2 ആയി അല്ലേ, 2/10 എന്നാവും, ഇൻറ്റു s പ്ലസ് 2 ഉണ്ട്. ഇത് ക്യാൻസൽ ചെയ്യാം 2 ടൈംസ്. അപ്പോൾ നമുക്ക് v2 of s is equal to 2/s plus 0.2 into s plus 2 എന്ന് കിട്ടും. നമുക്ക് v2 of s കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം, v2 of t കാണണം. v2 of t equal to L inverse of v2 of s. അപ്പോൾ
V2 of Sന്റെ L ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ L ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇപ്പോൾ ഡിനോമിനേറ്റർ പ്രോഡക്റ്റ് ഫോമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് ആദ്യം ചെയ്യാം. 2/s + 0.2 ഇൻറ്റു s + 2നെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി എങ്ങനെ കൺവേർട്ട് ചെയ്യാം? a/s + 0.2 അല്ലേ ഫസ്റ്റ് ടേമിൻ്റെ പ്ലസ് b/s + 2 അങ്ങനെ ചേഞ്ച്. ഇനി നമുക്ക് എയും ബിയും കാണണം. സോ നമുക്ക് ആദ്യം കോമൺ ഡിനോമിനേറ്റേഴ്സ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ s + 0.2 ഇൻറ്റു s + 2 ആണ്. സോ അതേ ഡിനോമിനേറ്റർ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലും സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ന്യൂമറേറ്റർ നമ്മൾ SH ന്യൂമറേറ്റർ എഴുതി. ഇനി എയുടെ ഡിനോമിനേറ്റർ കമ്പയർ ചെയ്യുക. എയുടെ ഡിനോമിനേറ്ററിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഏത് ടേം ഉള്ളത് നോക്കാം. എയുടെ ഡിനോമിനേറ്ററിൽ s + 0.2 ഉണ്ട്. s + 2 ആണ് ഇല്ലാത്തത്. സോ ഇല്ലാത്ത ടേം വേണം നമുക്ക് എയുടെ കൂടെ ന്യൂമറേറ്ററിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ബി ഇൻറ്റു s + 2 എന്നുള്ള ടേം ഇവിടെ ഉണ്ട്. ബിയുടെ ഡിനോമിനേറ്ററിലുള്ള ടേം ഇല്ലാത്ത ടേം s + 0.2 ആണ്. അപ്പോൾ ഇല്ലാത്ത ടേം അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എയും ബിയും കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കാനായിട്ട് പുട്ട് s = -2 സോറി ബി നമുക്ക് ബി എ ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ബീനെ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ബീനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എസ്സിന് -0.2 എന്ന് കൊടുക്കുക. സോ ഇവിടെ ബി 0 ആയിപ്പോവും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ ഒരുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എവിടെയൊക്കെ എസ് ഉണ്ടോ അവിടെയൊക്കെ ഇപ്പോൾ നമ്മൾ -0.2 കൊടുക്കാൻ പോകണം. അപ്പോൾ a ഇൻറ്റു -0.2 + 2 അതായത് 2 - 0.2 അതായത് 1.8 എന്ന് വരും. 2 - 0.2 എന്ന് പറയുന്നത് 1.8 ആണ്. അതായത് a = 2/1.8 എന്ന് കിട്ടും. അത് ആൻസർ എത്ര നോക്കുക? 2/1.8 1.11 കിട്ടും. ആൻസർ 1.11. ഇനി നമുക്ക് ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാനായിട്ട് പുട്ട് s = -2 കൊടുക്കാം. അപ്പോൾ നമുക്ക് എനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരെണ്ണം കണ്ടുപിടിക്കുമ്പോൾ മറ്റേ ടേമിനെ ഓട്ടോമാറ്റിക്കലി 0 ആക്കണം. സോ 2 = എയുടെ ടേം ഇപ്പോൾ -2 കൊടുക്കുമ്പോൾ 0 ആയി പോവും. ബാക്കി b ഇൻറ്റു -2 + 0.2 അതായത് -2 + 0.2 എന്ന് വെച്ചാൽ -1.8 b. അപ്പോൾ b = 2/-1.8 അതായത് -1.11 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ എയും ബി നമുക്ക് അവിടെ കൊണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ V2 of s = അല്ലേ എയുടെ പ്ലേസിൽ നമുക്ക് എത്ര കൊടുക്കാം? 1.11/s + 0.2 മൈനസ് ബിയുടെ സ്ഥാനത്ത് 1.11/s + 2 എന്ന് കിട്ടി. ഇനി നമുക്കിതിൻ്റെ L ഇൻവേഴ്സ് എടുക്കണം. അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് V2 of t = L ഇൻവേഴ്സ് ഓഫ് V2 of s = L ഇൻവേഴ്സ് എടുക്കുമ്പോൾ ആദ്യത്തെ ടേമിൻ്റെ നോക്കാം. 1.11 കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ 1/s + 0.2 1/s + എന്നുള്ളത് ഏത് ടേം ആയിരുന്നു? e⁻⁻²t എന്നുള്ള ടേമാണ്. പിന്നെ -1.11 ഇൻറ്റു again constant -1.11 into e⁻²t. Therefore V2 of t = നമുക്ക് ക്വസ്റ്റ്യൻ V2 of t ആയിരുന്നു. V2 of t = 1.11 e⁻².2t minus 1.11 e⁻²t വോൾട്ട്. യൂണിറ്റ് എപ്പോഴും എഴുതണം. ഇത് വോൾട്ടേജ് ആയതുകൊണ്ട് യൂണിറ്റ് വോൾട്ട്. ഇതായിരുന്നു നമ്മുടെ പ്രോബ്ലം. സോ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എപ്പോഴും എസ് ഡൊമെയിനിലാണ് കണ്ടുപിടിക്കുക. അപ്പോൾ തന്ന സർക്യൂട്ട് എസ് ഡൊമെയിനിലാണോ എന്ന് വേണം ആദ്യം ചെക്ക് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ സർക്യൂട്ടിനെ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനുശേഷം V2 of s എന്താണെന്ന് കണ്ടുപിടിക്കുക, V1 of s എന്താണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് V2 of s by V1 of s എടുക്കുക. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളോട് കാണാൻ പറഞ്ഞിരുന്നത് V2 of t ആണ്. അപ്പോൾ ആ V2 of t കാണാനായിട്ട് V2 of s by V1 of s നിന്ന് V2 of s എന്താണെന്ന് കണ്ടുപിടിക്കുക. സോ അവിടെ ഒരു V1 of s എന്നുള്ള ടേം വരും. ആ V1 of t തന്നിട്ടുണ്ട്. അതിനെ വീണ്ടും എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ V1 of s ആവും. എഗെയിൻ പിന്നെ അതിനെ പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ ചെയ്ത് L ഇൻവേഴ്സ് എടുക്കുമ്പോൾ V2 of sൻ്റെ L ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് V2 of t കിട്ടും. പിന്നെ ഫൈനലി നമ്മൾ യൂണിറ്റ്സ് എഴുതാൻ ശ്രദ്ധിക്കണം. ഇതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം.